ഉണ്ടായിരുന്നു ഇത് ചെയ്തിട്ട് പ്രിയ പരിസരവാസികളുടെ എതിർപ്പിനെ മാനിച്ച് MCA പരിപാടി വേണ്ടെന്ന് തീരുമാനിച്ചു 2 ദിവസം മുമ്പ്. അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ആള് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃഷ്ണൻ പള്ളത്ത് അത് ആളെങ്ങനെ അറിയണേ? അപ്പൊ അത് ഞാൻ ചോദിക്കുന്നത് മുൻ ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ? അല്ല, കൃഷ്ണൻ പള്ളത്തത് അത് ലൈവായിട്ട് ആള് പിട്ട പോസ്റ്റാ. അല്ല, ചേച്ചിയുടെ ഇതിലേക്ക് ആള് ചെയ്തേക്കണേ. അല്ലാന്നേ അതപ്പോ ആളൊന്നും അറിയാണ്ട് വെറുതെ പോസ്റ്റ് ചെയ്യില്ലല്ലോ. ആള് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്. ജലം, വായു, അതുമാതിരി തന്നെ നമ്മുടെ മണ്ണ്, ഇതെല്ലാം നമുക്ക് സേഫ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യം. ഞാൻ 3 വർഷമായിട്ട് എൻ്റെ ജോലിയും കാട്ടി കളഞ്ഞ് ഞാനൊരു ഇവിടുത്തെ ഒരു പൊതുകാര്യത്തിൽ ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ കുടിവെള്ളം, അവിടുത്തെ കുടിവെള്ളം പോയി. ഇങ്ങനെ പദ്ധതി ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചോദ്യം, ഈ ജലസ്രോതസ്സിനെ ബാധിക്കത്തില്ലേ? അത് ഓക്കെ, മെമ്പർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് ഞാൻ പറയണത് നമ്മൾ ആ ബോധ്യപ്പെട്ട നിലയ്ക്ക് ഞാൻ പറയാണ്, മെമ്പർ നമ്മളോടൊപ്പം ഉണ്ടെന്നാ പറഞ്ഞ. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല, ഇതിങ്ങനെ ഒരു ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ജലത്തെ ബാധിക്കില്ലേ, ജലസ്രോതസ്സുകളെ ബാധിക്കില്ലേ? പ്രത്യേകിച്ച് 6 വാർഡിലേക്ക് വെള്ളം പോകുന്ന ഒരു സ്രോതസ്സാണത്. എനിക്കെന്താ പറയാൻ പറ്റും, ജലസ്രോതസ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ ആരോഗ്യത്തിന് ബാധിക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ മുമ്പിലുണ്ടാവും, തടസ്സത്തിന് ഞാൻ മുമ്പിലുണ്ടാവും. ഈ നാട്ടിലെ ഒരു പ്രദേശത്തെ ആവശ്യത്തിന് ഒരു പ്രതിനിധികളും ഉണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്കാണ് കൂട്ടുന്നത്. അപ്പൊ ഈ പ്രദേശത്തെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മളുടെ ഇപ്പൊ നിലവിലുള്ള ബുദ്ധിമുട്ടും അതിനപ്പുറം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ്. പ്രദേശത്തുള്ള ഏരിയയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും കൂടുതൽ ഉണ്ടാവുകയാണ്. നമ്മൾക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഞാനിപ്പോ വാടകയ്ക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ പൊല്യൂഷനാ, ഇത് വാട്ടർ പൊല്യൂഷൻ അടുത്ത് വരാൻ പോകുന്നത്. നിലവിൽ അവിടുത്തെ വാട്ടർ പൊല്യൂഷൻ ഉണ്ട്. അവിടുത്തെ കമ്പനികളെ പരിശോധിച്ച് നമ്മൾക്ക് വേണ്ട സേഫ്റ്റി, ജീവിക്കാനുള്ള അവകാശം അത് നമ്മൾക്ക് നിഷേധിക്കാൻ പാടില്ല. ഇവിടെ പറയുന്നത് ഇവിടെ ഈ പ്ലാന്റ് വേണ്ടെന്നാണ് ഈ പൊതുജനം പറയുന്നത്. അത് നമ്മൾ വേണ്ടെന്ന് തന്നെ വെക്കുക, അത് തന്നെ അത്രേ ഉള്ളൂ. നമുക്ക് പ്രശ്നം തീർന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇനി സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ? രണ്ടാമത്, പ്രതിപക്ഷത്തിന് നിങ്ങൾ ചെവി കൊടുത്തില്ല എന്നുള്ളത് ഇവിടെ സാക്ഷ്യം ഞങ്ങൾ ചെവി കൊണ്ട് കേട്ടു. എന്തുകൊണ്ട് ഇവിടെ ഈ കുടിവെള്ളം വന്നത് എവിടെന്നാ വേറെ മലിനുണ്ടെന്ന് അറിയാൻ പറ്റുമോ? പിന്നെ അതെനിക്കറിയാം, മെമ്പറോട് ചോദിച്ചേ, ഇത് പരിശോധിക്കണമെന്ന് ചോദിച്ചേ. നമ്മള് ഇന്നിപ്പോ എല്ലാവരും പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ വന്നാണ് ഇങ്ങനൊരു സംഭവം നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടു, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ കണ്ടു. ആ രീതിയിലാണ് ഇവിടെ ഇത്രയും ആളുകൾ ഒന്നിച്ചു കൂടിയേക്കണത്. അപ്പോൾ അതിൽ നമുക്ക് ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അതിന് ഞാനത് കൺക്ലൂഡ് ചെയ്ത് എല്ലാവർക്കും വീട്ടിൽ പോകണമല്ലോ. അപ്പോൾ അതിന് നമുക്കിപ്പോൾ മെമ്പർ കൃത്യമായൊരു ഉത്തരം തന്നിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇപ്പം നിലവിൽ നമ്മുടെ മെമ്പറാണ് വീണ്ടും മത്സരിക്കേണ്ടത്. നമുക്ക് കൊരട്ടി പഞ്ചായത്തിൽ നിന്ന് മെമ്പറുടെ പാർട്ടിയും അതുപോലെ ഇവിടെ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജോബൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ 2020 ആൾക്കാരൊക്കെ ഉണ്ട്. പഴയ മെമ്പർ ബിജോയി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ നമുക്ക് ഒരു ഉറപ്പ് തരാണെങ്കിൽ നമുക്ക് തൽക്കാലം പിരിയാൻ പറ്റുമോ? കാരണം ഇനിയുള്ള സംഭവിക്കാൻ പോണെന്ന് വാർഡ് വിഭജനം വന്നു. ഇനി നാളെ മേലാക്കി സംസാരിക്കാൻ പോണത് ഇത് എന്റെ വാർഡല്ല, ഞാനായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് വരെ സംസാരിക്കൂര്. മനസ്സിലാവണ്ടോ? ഇപ്പം ജയം തോൽവിയും അവിടെ നിൽക്കട്ടെ. നാളെ വന്ന് നമ്മൾ പറയുന്നത് ഇത് എന്റെ വാർഡല്ല, ഇത് അവരുടെ വാർഡാണ്. അവരെന്ത് കാണിച്ചത് എനിക്കറിയില്ല എന്നായിരിക്കും സംസാരിക്കാൻ പറ്റത്. അത് ഈ ലാസ്റ്റ് മൂമെന്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവണ്ടോ? യഥാർത്ഥത്തിൽ മെമ്പർ അല്ല എന്ന് പറയണേ. ഇനി അടുത്ത മെമ്പർമാർ ആര് വരും എന്നുള്ള ആർക്കും അറിയില്ല. നമ്മളുടെ മെമ്പർ ആരാന്ന് ജയിച്ചു വന്നാൽ തന്നെ നമ്മൾ ചോദിക്കും ചോദ്യം, ഇത് എന്റെ വാർഡല്ല, ഈ കുടിവെള്ള പദ്ധതി ഇരിക്കുന്ന എന്റെ വാർഡല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?